നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിക്കവാറും എല്ലാവർക്കും എപ്പോഴെങ്കിലും അനുഭവം കാണും അല്ലേ, നടുവേദന. അതെ, വളരെ സാധാരണമായ ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാരിയെല്ലുകളുടെ ഏറ്റവും താഴത്തെ ഭാഗം, പിന്നെ ആ നിതംബത്തിലെ മടക്കുകൾ, അതിനിടയിലുള്ള ഭാഗത്ത് വരുന്ന ഒരു അസ്വസ്ഥത, അതാണ് സംഭവം. ഇതൊരു നിസ്സാര കാര്യമല്ല കേട്ടോ. ലോകം മുഴുവൻ നോക്കിയാൽ ആളുകൾ ഡോക്ടറെ കാണാൻ പോകുന്ന കാരണങ്ങളിൽ, പ്രത്യേകിച്ച് ഈ എല്ലിന്റെയും പേശികളുടെയും ഒക്കെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് ഈ നടുവേദന. ശരിയാണ്. അതുമാത്രമല്ല, ജോലിക്ക് ഹാജരാവാതിരിക്കാൻ ഒരു പ്രധാന കാരണം കൂടിയാണ്. അതെ, പലരുടെയും ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു പ്രശ്നമാണിത്. വേദന എത്ര കാലം നിൽക്കും, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണിത് വരുന്നത്, സാധാരണ കാരണങ്ങൾ, അത്ര സാധാരണമല്ലാത്തവ, പിന്നെ ലക്ഷണങ്ങള് എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഡോക്ടർമാരിത് കണ്ടുപിടിക്കുന്നത്, ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, അതായത് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകള്, രോഗം മാറാനുള്ള സാധ്യതകള്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വേദന എത്ര നാളുണ്ട് എന്നതിനനുസരിച്ച് ഇതിനെ ഒരു 3 തിരിക്കാറുണ്ട് അല്ലേ? അതെ. 6 ആഴ്ചയിൽ താഴെയാണെങ്കിൽ അതിനെ അക്യൂട്ട് എന്ന് പറയും. 6നും 12 ആഴ്ചയ്ക്കും ഇടയിലാണെങ്കിൽ സബ് അക്യൂട്ട്. ശരി. ഇനിയിപ്പോ 12 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അതാണ് ക്രോണിക് നടുവേദന. അതെ, ക്രോണിക്. ശരി. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾക്ക് ഈ പ്രശ്നം വരുന്നത്? നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചില ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മെക്കാനിക്കൽ, പിന്നെ പോസ്ചറൽ കാരണങ്ങളാണ്. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉപയോഗം, ചലനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടത്. ഉദാഹരണത്തിൽ പേശികൾക്ക് പെട്ടെന്നൊരു വലിവ് വരുന്നത് മസിൽ സ്ട്രെയിൻ എന്ന് പറയും. അല്ലെങ്കിൽ ലിഗമെന്റുകൾക്ക് ഉളുക്ക് പറ്റുന്നത് ലിഗമെന്റ് സ്പ്രെയിൻ. ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഭാരമെടുക്കുമ്പോഴോ പെട്ടെന്ന് തിരിയുമ്പോഴോ ഒക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇരിപ്പും നിൽപ്പുമൊക്കെ പ്രധാനമാണ്. ഈ പോസ്ചർ ശരിയാണ്. തെറ്റായ രീതിയിൽ ഇരിക്കുന്നത്, മണിക്കൂറുകളോളം ഒരേ ഇരിപ്പ്, ഇപ്പോ കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ. അത് കൂടുതലാണല്ലോ ഇപ്പോ. അതെ. പിന്നെ തെറ്റായ രീതിയിൽ ഭാരം പൊക്കുന്നത്, ഇതൊക്കെ നട്ടെല്ലിന് സ്ട്രെയിൻ കൊടുക്കും, വേദന വരും. അപ്പോ ഇരിപ്പ് ശ്രദ്ധിക്കണം. തീർച്ചയായും. അടുത്തത് തേയ്മാനം സംബന്ധിച്ച കാരണങ്ങളാണ്. ഡീജനറേറ്റീവ് എന്ന് പറയും. തേയ്മാനം പ്രായമാകുമ്പോൾ വരുന്നതാണോ? കൂടുതലും അങ്ങനെയാണ്. പ്രായം കൂടുമ്പോൾ നട്ടെല്ലിന്റെ സ്വാഭാവികമായ തേയ്മാനം വരാം. അതിനെ ലംബർ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയും. പിന്നെ കശേരുക്കൾക്കിടയിൽ ഒരു കുഷൻ പോലെ ഡിസ്കില്ലേ, ഡിസ്ക്. ആ ഡിസ്കിനും തേയ്മാനം വരാം. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഡീജനറേഷൻ. അതുപോലെ നട്ടെല്ലിലെ ചെറിയ ജോയിന്റ്സ്, സന്ധികൾ, അവിടെയും വാദം വരാം. ഫെസറ്റ് ജോയിന്റ് ആർത്രൈറ്റിസ്. ഇതൊക്കെ സ്വാഭാവികമായി വരുന്നതാണോ? ഒരു പരിധിവരെ അതെ. പക്ഷെ നമ്മുടെ ജീവിതശൈലി, അമിതവണ്ണം, വ്യായാമക്കുറവ് ഒക്കെ ഈ തേയ്മാനം വേഗത്തിലാക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡിസ്ക് പ്രശ്നങ്ങൾ. ഇത് കുറച്ചുകൂടി ആളുകൾക്ക് പേടിയുള്ള ഒന്നാണ്. ഡിസ്ക് തെന്നിന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. അതെ. ആ ഡിസ്ക് ഒരു ജെല്ലി ഡോണറ്റ് പോലെയാണെന്ന് വെച്ചോളൂ. ഉള്ളില് ജെല്ലി, പുറത്ത് കട്ടിയുള്ള ഭാഗം. ചിലപ്പോൾ ആ പുറംതൊലി പൊട്ടി ഉള്ളില് ജെല്ലി പുറത്തേക്ക് തള്ളിവരും. ഹെർണിയേറ്റഡ് അല്ലെങ്കിൽ പ്രൊലാപ്സ്ഡ് ഡിസ്ക് എന്ന് പറയും. ഈ തള്ളിവരുന്ന ഡിസ്ക് തൊട്ടടുത്തുള്ള ഞരമ്പിൽ പോയി തട്ടും, അല്ലെങ്കിൽ അതിനെ അമർത്തും. അപ്പോഴാണ് പ്രശ്നം. അതെ. അപ്പോഴാണ് വേദന കാലിലേക്ക് ഇറങ്ങുന്നത്. അതിനെയാണ് നമ്മൾ സാധാരണ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സയാറ്റിക്ക, ഡിസ്ക് ഞരമ്പിൽ തട്ടുമ്പോൾ. അതെ. ഇനി വേറൊരു ഗ്രൂപ്പ് നട്ടെല്ലിന്റെ ഘടനയിലുള്ള പ്രശ്നങ്ങളാണ്. സ്ട്രക്ചറൽ ഇഷ്യൂസ്. ഘടനയിലോ? ചിലർക്ക് നട്ടെല്ലിനൊരു വളവുണ്ടാകാം, വശത്തേക്ക്, സ്കോലിയോസിസ് എന്ന് പറയും. അല്ലെങ്കിൽ കശേരുക്കൾ, എല്ലുകൾ ഒന്നിനു മുകളിലൊന്നായി ഇരിക്കുന്നതിൽ നിന്ന് തെന്നിപ്പോകാം, മുന്നോട്ടോ പിന്നോട്ടോ. സ്പോണ്ടിലോലിസ്തസിസ് എന്നാണ് പറയുക. പിന്നെ നമ്മുടെ നട്ടെല്ലിനുള്ളിലൂടെ ഞരമ്പ് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, സ്പൈനൽ കനാൽ. ആ വഴി ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്, സ്പൈനൽ സ്റ്റിനോസിസ്. അപ്പോ അതിലൂടെ പോകുന്ന ഞരമ്പുകൾക്ക് ഞെരുക്കം വരും. അതും വേദനയുണ്ടാക്കും. പിന്നെ ചിലതരം വാതരോഗങ്ങൾ, ഇൻഫ്ലമേറ്ററി എന്ന് പറയും, നീർക്കെട്ടുണ്ടാക്കുന്നവ, ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, അങ്ങനെയുള്ള ചില അസുഖങ്ങൾ നട്ടെല്ലിലെ സന്ധികളെ ബാധിക്കും. അവിടെ നീർക്കെട്ടുണ്ടായി വേദനയും പിടുത്തവും ഒക്കെ വരും. ഇതൊക്കെയാണോ സാധാരണ കാരണങ്ങൾ? ഇതൊക്കെയാണ് പ്രധാനമായും കാണുന്നത്. പക്ഷെ വളരെ അപൂർവമായിട്ട്. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാരണങ്ങളുണ്ട്. എന്താണത്? അണുബാധ,
അല്ലെങ്കിൽ ട്യൂമറുകൾ. അയ്യോ. നട്ടെല്ലിനെ ബാധിക്കുന്ന ക്ഷയരോഗം വരാം, ട്യൂബക്കുലോസിസ് ഓഫ് സ്പൈൻ. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ക്യാൻസർ വന്ന് അത് നട്ടെല്ലിലേക്ക് പടരാം, മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ. ഓ. അല്ലെങ്കിൽ നട്ടെല്ലിൽ തന്നെ ട്യൂമർ ഉണ്ടാവാം. ഇതൊക്കെ പക്ഷേ ശതമാനം നോക്കിയാൽ വളരെ കുറവാണ്, പക്ഷേ ഗൗരവമുള്ളതാണ്. തീർച്ചയായും. അവസാനമായിട്ട് ഒരു രസകരമായ കാര്യം, റെഫേർഡ് പെയിൻ എന്ന് പറയും. റെഫേർഡ് പെയിൻ. അതായത് വേദനയുടെ കാരണം നടുവിലല്ല, ശരീരത്തിൽ വേറെ എവിടെയോ ആണ്. എന്നിട്ട് നടുവിന് വേദനിക്കുന്നോ? അതെ. ഉദാഹരണത്തിന് കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ, റീനൽ സ്റ്റോൺസ്, അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്തുള്ള ചില അസുഖങ്ങൾ, പെൽവിക് ഡിസീസ്. അതുമല്ലെങ്കിൽ ഈ വയറ്റിലെ വലിയ രക്തക്കുഴലില്ലേ, അയോർട്ട, ആ. അതിന് വീക്കം വന്നാൽ, അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം. ഇതിന്റെയൊക്കെ വേദന ചിലപ്പോൾ നടുവിലാണ് അനുഭവപ്പെടുക. അവിശ്വസനീയം. അപ്പോ കിഡ്നി സ്റ്റോണിന്റെ വേദന നടുവേദനയായി തെറ്റിദ്ധരിക്കാം? സാധ്യതയുണ്ട്. ഞരമ്പുകൾ കണക്റ്റഡായി കിടക്കുന്നതുകൊണ്ടാണ്. പ്രശ്നം ഒരിടത്ത്, വേദന മറ്റൊരിടത്ത്. ഇത് കൊള്ളാലോ. ഇത്രയും വ്യത്യസ്ത കാരണങ്ങളുണ്ടെങ്കിൽ ലക്ഷണങ്ങളും പലതരത്തിലായിരിക്കുമല്ലോ. എന്തൊക്കെയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ? ഒരുപക്ഷേ നിങ്ങൾക്കും ഇതിൽ ചിലതൊക്കെ പരിചിതമായിരിക്കും. അതെ, കാരണമനുസരിച്ച് ലക്ഷണങ്ങൾ മാറും. ഏറ്റവും പ്രധാനം വേദന തന്നെയാണല്ലോ. അതെങ്ങനെയുള്ള വേദനയാണ്? അത് ചിലപ്പോൾ നടുവിന്റെ താഴെ ഒരു പുകച്ചില് പോലെ, അല്ലെങ്കിൽ ഒരു ഭാരം പോലെ, ഡൾ ഏക്കിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള വേദന വരാം, പെട്ടെന്ന് കുത്തുന്നതുപോലെ, ഷാർപ്പ് സ്റ്റാബിംഗ് പെയിൻ. അതോടൊപ്പം സാധാരണ കാണുന്ന ഒന്നാണ് നടുവിനൊരു പിടുത്തം, സ്റ്റിഫ്നെസ്. അതെ, രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം ഒരേ ഇരിപ്പ് കഴിഞ്ഞിട്ടൊക്കെ ഈ പിടുത്തം കൂടാം. പിന്നെ നടുവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും വളയ്ക്കാനുമൊക്കെ ഒരു ബുദ്ധിമുട്ട്, റെഡ്യൂസ്ഡ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും. ഈ സയാട്ടിക്കയുടെ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് കൃത്യമായിട്ട് അനുഭവപ്പെടുക? സയാട്ടിക്ക അല്ലെങ്കിൽ റേഡിക്കലോപ്പതി എന്ന് പറയുന്നത് ഡിസ്ക് പ്രശ്നമുള്ളവരിലാണ് സാധാരണ കാണുന്നത്. വേദന നടുവിൽ നിന്ന് ഒന്നോ രണ്ടോ കാലുകളിലേക്ക്, നിതംബത്തിലൂടെ കാലിലേക്ക് ഇങ്ങനെ ഇറങ്ങിവരും. ഓ. തരിപ്പ് പോലെയാവാം, ചിലപ്പോൾ ഷോക്കടിക്കുന്നത് പോലെ തോന്നാം. കാലിലേക്കും വരുമല്ലേ വേദന? അതെ. പിന്നെ പേശികൾക്ക് വലിവ് വരാം, മസിൽ സ്പാസംസ്. നടുവിലെ മസിൽസൊക്കെ വലിഞ്ഞു മുറുകി നിൽക്കും, അതും വേദന കൂട്ടും. ശരി, ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ റെഡ് ഫ്ലാഗ് ലക്ഷണങ്ങൾ എന്നാണ് പറയുക. റെഡ് ഫ്ലാഗ് അപകട സൂചനകളാണോ? അതെ, ഇതെന്തെങ്കിലും ഗുരുതരമായ പ്രശ്നത്തിന്റെ സൂചനയാവാം. അതുകൊണ്ട് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ ഡോക്ടറെ കാണണം. എന്തൊക്കെയാണവ? 1. വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ പ്രത്യേക കാരണമൊന്നുമില്ലാതെ ശരീരഭാരം കുറയുക. രാത്രിയിൽ വേദന കാരണം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കേണ്ടി വരിക. ഓ. കാലുകൾക്കോ പാദങ്ങൾക്കോ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് വരിക, നംനെസ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ്. അതുപോലെ കാലുകൾക്ക് ബലക്കുറവ് തോന്നുക, വീക്ക്നെസ്. നടക്കുമ്പോൾ കാല് കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ ബാലൻസ് കിട്ടാതിരിക്കുക. ശരി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മലമൂത്ര വിസർജനത്തിൽ നിയന്ത്രണമില്ലായ്മ, ബ്ലാഡർ ഓർ ബവൽ ഡിസ്ഫങ്ഷൻ. അതെങ്ങനെയാണ്? അതായത് അറിയാതെ മൂത്രമോ മലമോ പോവുക, അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക. അതുമല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങിയാൽ വരാൻ താമസം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് വളരെ ഗൗരവമുള്ളതാണെന്ന് തോന്നുന്നു. വളരെ ഗൗരവമുള്ളതാണ്. ഈ റെഡ് ഫ്ലാഗ് ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകരുത്, ഉടനടി വൈദ്യസഹായം തേടണം. കാരണം ഇതിനു പിന്നിൽ ചിലപ്പോൾ വളരെ സീരിയസ് ആയ കാരണങ്ങളുണ്ടാകാം. തീർച്ചയായും. ഈ റെഡ് ഫ്ലാഗുകൾ ഓർമ്മ വെക്കണം. അപ്പോൾ ഇത്രയധികം കാരണങ്ങളും ലക്ഷണങ്ങളും. ശരിയായ രോഗനിർണയം അത്രയും പ്രധാനമാണ്. എങ്ങനെയാണ് ഡോക്ടർമാർ ഇതിന്റെ മൂല കാരണം കണ്ടുപിടിക്കുന്നത്? രോഗനിർണയം ഒരു പടിപടിയായുള്ള പ്രക്രിയയാണ്. ഏറ്റവും പ്രധാനം രോഗിയുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ്. ഹിസ്റ്ററി ടേക്കിംഗ്. എന്തൊക്കെ ചോദിക്കും? വേദന എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, എത്ര നാളായി, വേദനയുടെ സ്വഭാവം എന്താണ്, എന്തു ചെയ്യുമ്പോഴാണ് കൂടുന്നത് കുറയുന്നത്, നമ്മളീ പറഞ്ഞ റെഡ് ഫ്ലാഗ് ലക്ഷണങ്ങൾ വല്ലതുമുണ്ടോ, മുമ്പ് നടുവേദന വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ജീവിതശൈലി എങ്ങനെ, ഇതെല്ലാം ചോദിച്ചറിയും. വിശദമായി ചോദിക്കണമല്ലേ? അതെ. അതിനുശേഷം ശാരീരിക പരിശോധനയാണ്, ഫിസിക്കൽ എക്സാമിനേഷൻ. രോഗി നിൽക്കുന്ന രീതി, നടക്കുന്ന രീതി, ഇതൊക്കെ നോക്കും. നടുവെത്രത്തോളം ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കും, മുന്നോട്ട്, പിന്നോട്ട്, വശങ്ങളിലേക്ക്. റേഞ്ച് ഓഫ് മോഷൻ, നട്ടെല്ലിൽ ചില ഭാഗങ്ങളിൽ അമർത്തി നോക്കുമ്പോൾ വേദനയുണ്ടോ എന്ന് പരിശോധിക്കും. ഓ. സയാറ്റിക്ക പോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഈ കാല് നേരെ ഉയർത്തി നോക്കുന്ന ഒരു ടെസ്റ്റുണ്ട്, സ്ട്രെയിറ്റ് ലെഗ് റേസ് ടെസ്റ്റ്.
അങ്ങനെയുള്ള ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യും. അതോടൊപ്പം കാലുകളിലെ മസിലിന്റെ ശക്തി, തൊട്ടാൽ അറിയുന്നുണ്ടോ, റിഫ്ലക്സുകൾ, ഇതൊക്കെ നോക്കി ഞരമ്പുകൾക്ക് പ്രശ്നമുണ്ടോ എന്ന് വിലയിരുത്തും. ന്യൂറോളജിക്കൽ എക്സാം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടുമോ? ഒരുപാട് കേസുകളിൽ കിട്ടും. പക്ഷേ ചിലപ്പോൾ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ടെസ്റ്റുകൾ വേണ്ടിവരും. ലാബ് ടെസ്റ്റുകളോ? ആവാം. എന്തെങ്കിലും അണുബാധയോ നീർക്കെട്ടോ സംശയിക്കുന്നുണ്ടെങ്കിൽ രക്തത്തിലെ ESR, CRP എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യും. ഇത് ശരീരത്തിൽ നീർക്കെട്ടുണ്ടോ എന്നറിയാനാണ്. വേറെ എന്തെങ്കിലും അസുഖങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, CBC, മറ്റ് രക്തപരിശോധനകളും ആവശ്യമായി വരാം. പിന്നെ സ്കാനിംഗ് ഒക്കെ വേണ്ടി വരുമല്ലോ അല്ലേ? മിക്കവാറും വേണ്ടിവരും. ഇമേജിംഗ്. സാധാരണയായി ആദ്യം ചെയ്യുന്നത് എക്സ്റേ ആണ്. എക്സ്റേയിൽ എന്തൊക്കെ കാണാം? എല്ലുകളുടെ ഘടന, തേയ്മാനമുണ്ടോ, എല്ലുകൾ തെന്നിമാറിയിട്ടുണ്ടോ, പൊട്ടലുണ്ടോ, ഇതൊക്കെ എക്സ്റേയിൽ അറിയാം. പക്ഷേ ഡിസ്ക് കാണില്ല അല്ലേ? ഇല്ല. അതാണ് എക്സ്റേയുടെ ഒരു പരിമിതി. ഡിസ്ക്, ഞരമ്പുകൾ, പേശികൾ, ഈ മൃദുകലകൾ, സോഫ്റ്റ് ടിഷ്യൂസ് എക്സ്റേയിൽ വ്യക്തമായി കാണില്ല. അപ്പോ അതെങ്ങനെ അറിയും? അതിനാണ് MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. MRI. MRIയിൽ ഈ ഡിസ്ക്, ഞരമ്പുകൾ, സുഷുമ്നാനാഡി, പേശികളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓ. അപ്പോൾ ഡിസ്ക് തെന്നിയിട്ടുണ്ടോ, ഞരമ്പിൽ എത്രത്തോളം പ്രഷറുണ്ട്, സ്പൈനൽ സ്റ്റിനോസിസ് ഉണ്ടോ, ട്യൂമറോ അണുബാധയോ ഉണ്ടോ, ഇതൊക്കെ കൃത്യമായി അറിയാൻ MRI ആണ് ഏറ്റവും നല്ലത്. അപ്പോ എല്ലിന് എക്സ്റേ, ഡിസ്കിനും ഞരമ്പിനും MRI, പിന്നെ CT സ്കാനോ? അതെപ്പോഴാണ്? CT സ്കാൻ പ്രധാനമായിട്ടും എല്ലുകളെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. MRIയെക്കാളുമോ? എല്ലിന്റെ കാര്യത്തിൽ അതെ. ഉദാഹരണത്തിന് ഒരു പൊട്ടലുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ സർജറി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലിന്റെ കൃത്യമായ രൂപം, ഇതിനൊക്കെ CT കൂടുതൽ ഉപകാരപ്പെടും. ചിലപ്പോൾ MRI എടുക്കാൻ പറ്റാത്തവർക്കും, ഉദാഹരണം പേസ് മേക്കർ ഉള്ളവർക്ക്, CT ഉപയോഗിക്കാറുണ്ട്. ശരി ശരി. ഏത് ടെസ്റ്റ് വേണമെന്നുള്ളത് ഓരോരുത്തരുടെയും അവസ്ഥ നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിക്കും. വേറെയും ടെസ്റ്റുകളുണ്ടോ? ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കാലിലേക്ക് വേദനയും തരിപ്പുമൊക്കെ പോകുന്ന റാഡിക്കുലോപ്പതി ഉണ്ടെങ്കിൽ ആ ഞരമ്പിന് എത്രത്തോളം ഡാമേജ് ഉണ്ട് എന്നറിയാൻ EMG, NCS ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇലക്ട്രോമയോഗ്രഫി, നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ്. ഓ. അത് ഞരമ്പുകളുടെ പ്രവർത്തനം അളക്കുന്ന ടെസ്റ്റുകളാണ്. പിന്നെ ക്യാൻസർ എല്ലിലേക്ക് പടർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ ബോൺ സ്കാൻ എന്ന ടെസ്റ്റും ചിലപ്പോൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്? അതെ. ഇതെല്ലാം ഒരുമിച്ച് വിലയിരുത്തിയാണ് കൃത്യമായ രോഗനിർണയം നടത്തുന്നത്. ഓക്കെ. ഇപ്പോ രോഗം കണ്ടുപിടിച്ചു, ചികിത്സ തുടങ്ങി. എന്നാലും ചിലപ്പോൾ ഈ നടുവേദന പൂർണ്ണമായും മാറാതിരിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രോണിക് നടുവേദന, വിട്ടുമാറാതെ നിൽക്കുന്ന വേദന, അത് പല പ്രശ്നങ്ങളിലേക്കും നയിക്കാം. ഏറ്റവും സാധാരണയായി കാണുന്നത് വേദന ഒരു സ്ഥിരം പ്രശ്നമായി മാറുന്നതാണ്, ക്രോണിക് പെയിൻ. അത് നമ്മുടെ ചലനങ്ങളെ ബാധിക്കും. നടക്കാനും ഇരിക്കാനും ജോലി ചെയ്യാനുമൊക്കെ ബുദ്ധിമുട്ടാവും. റെഡ്യൂസ്ഡ് മൊബിലിറ്റി, ചിലപ്പോൾ അതൊരു വൈകല്യം, ഡിസേബിലിറ്റി പോലെയാകാം. പിന്നെ ഞരമ്പുകൾക്ക് സ്ഥിരമായി സമ്മർദ്ദമുണ്ടാകുന്നത്, നെർവ് കംപ്രഷൻ, ഈ ഡിസ്ക് തള്ളി നിൽക്കുന്നതോ അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റിനോസിസ് കാരണമോ ഞരമ്പുകൾ ഞെരുങ്ങിക്കൊണ്ടിരുന്നാൽ അത് കാലക്രമേണ ആ ഞരമ്പ് പ്രവർത്തിപ്പിക്കുന്ന പേശികൾക്ക് ബലക്കുറവുണ്ടാക്കാം. മോട്ടോർ വീക്ക്നെസ്, അല്ലെങ്കിൽ തൊട്ടാൽ അറിയാത്ത അവസ്ഥ വരാം, സെൻസറി ലോസ്. കാലിന് ബലക്കുറവ് വരുമോ? വരാം. ചിലപ്പോൾ പാദം മുകളിലേക്ക് പൊക്കാൻ പറ്റാതാവുക, ഫുഡ് ഡ്രോപ്പ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ് ലക്ഷണം, കോഡ ഇക്വൈന സിൻഡ്രോം. അതൊരു എമർജൻസിയാണ്, സർജറി വേണ്ടിവരുന്ന അവസ്ഥ. വളരെ അപൂർവമാണെങ്കിലും സംഭവിച്ചാൽ നട്ടെല്ലിന്റെ താഴെയുള്ള ഞരമ്പുകൾക്ക് വലിയ സമ്മർദ്ദം വന്ന് മലമൂത്ര നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടാം. അയ്യോ. ലൈംഗിക ശേഷിക്കുറവ്, കാലുകൾക്ക് നല്ല ബലക്കുറവ്, ഇതൊക്കെ വരാം. ഇതിന് പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ സ്ഥിരമായ വൈകല്യങ്ങൾ വരാം. വളരെ പേടിപ്പെടുത്തുന്ന അവസ്ഥയാണത്. അതെ. അതുകൊണ്ടാണ് ആ റെഡ് ഫ്ലാഗ് ലക്ഷണങ്ങൾ അത്ര പ്രധാനമാണെന്ന് പറയുന്നത്. ശരിയാണ്. അവസാനമായിട്ട്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ മാനസികമായ ആഘാതമാണ്, സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ്. വേദനയും മാനസികാരോഗ്യവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായും. തുടർച്ചയായി വേദന സഹിക്കുന്നത് ആരെയും മാനസികമായി തളർത്തും. അത് ഡിപ്രഷനിലേക്ക്, ആൻസൈറ്റിയിലേക്ക് നയിക്കാം. ശരിയാണ്. വേദന കാരണം പുറത്തിറങ്ങാൻ മടി, ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നത്, സാമ്പത്തിക പ്രശ്നങ്ങൾ,
ജീവിതത്തിലൊരു സന്തോഷമില്ലായ്മ, ഇതൊക്കെ വരാം. ഇത് ജോലി ചെയ്യാനുള്ള കഴിവിനെയും ബാധിക്കും. ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമായിരിക്കും അല്ലേ? അതെ. അതുകൊണ്ട് നടുവേദന ചികിത്സിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രശ്നം മാത്രം നോക്കിയാൽ പോരാ. ഈ മാനസികാരോഗ്യവും പരിഗണിക്കണം. മൊത്തത്തിലുള്ള ഒരു സമീപനം വേണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ഇത്രയൊക്കെ കേട്ടു. ഒരു സംശയം. ഈ നടുവേദന വന്നാൽ പൂർണ്ണമായിട്ടും മാറുമോ? എന്താണ് പൊതുവെ ഒരു പ്രതീക്ഷ? രോഗം മാറാനുള്ള സാധ്യത, പ്രൊഗ്നോസിസ്, അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്തൊക്കെയാണ്? വേദനയുടെ കാരണം എന്താണ്? അത് അക്യൂട്ടാണോ അതോ ക്രോണിക് ആണോ? രോഗിയുടെ പ്രായം, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ ചികിത്സയോട് എത്രത്തോളം സഹകരിക്കുന്നുണ്ട്, ഇതൊക്കെ പ്രധാനമാണ്. പൊതുവെ പറഞ്ഞാൽ ഭൂരിഭാഗം അക്യൂട്ട് നടുവേദനയും, അതായത് 6 ആഴ്ചയ്ക്കുള്ളിൽ വരുന്ന വേദന, സാധാരണ മസിൽ പിടുത്തമൊക്കെ, അതെ, ആ മെക്കാനിക്കൽ കാരണങ്ങൾ കൊണ്ടുള്ള വേദന, നല്ലൊരു ശതമാനവും ശരിയായ വിശ്രമം, കുറച്ച് മരുന്നുകൾ, ഈ കൺസർവേറ്റീവ് ചികിത്സ കൊണ്ട് 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ടും മാറും. അത് ആശ്വാസമായി. എന്നാൽ വേദന 12 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ, ക്രോണിക് വേദനയാണെങ്കിൽ, അതാണല്ലോ പ്രശ്നം. അതെ, അത് കുറച്ചുകൂടി സങ്കീർണമാണ്. അത് പൂർണ്ണമായും മാറാൻ കൂടുതൽ സമയമെടുത്തേക്കാം. ചിലപ്പോൾ പൂർണ്ണമായും മാറാതെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാം. ഓ, അങ്ങനെയുള്ളവർക്ക് ഒരു ചികിത്സ മാത്രം പോരാതെ വരും. ഫിസിയോതെറാപ്പി, മരുന്നുകൾ, ജീവിതശൈലി മാറ്റങ്ങൾ, ജോലിസ്ഥലത്തെ മാറ്റങ്ങൾ, ചിലപ്പോൾ കൗൺസിലിംഗ്, വേദന കുറയാനുള്ള ഇഞ്ചക്ഷനുകൾ അല്ലെങ്കിൽ സർജറി, ഇങ്ങനെ പലതും ചേർന്നുള്ളൊരു ചികിത്സ, മൾട്ടി ഡിസിപ്ലിനറി മാനേജ്മെന്റ് വേണ്ടി വന്നേക്കാം. ഓക്കെ. നല്ല ഫലം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ രോഗം വേഗം മാറണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? 1. ഈ ട്യൂമറോ ഇൻഫെക്ഷനോ പോലുള്ള ഗുരുതരമായ കാരണങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കുക, അതാണ് പ്രധാനം. 2. ഫിസിയോതെറാപ്പി, നിർദ്ദേശിക്കുന്ന വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, അഡ്ഹിയറൻസ് ടു ഫിസിയോതെറാപ്പി. വ്യായാമം മുടക്കരുത്. അതെ. 3. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, തടി കുറയ്ക്കുക, വ്യായാമം ശീലമാക്കുക, പുകവലി നിർത്തുക, ഇതൊക്കെ. 4. നമ്മുടെ ഇരിപ്പും നടപ്പും സാധനങ്ങൾ എടുക്കുന്ന രീതിയും ഒക്കെ ശരിയാക്കുക. എർഗണോമിക് അഡ്വൈസ്, ജോലിസ്ഥലത്തും വീട്ടിലുമൊക്കെ. അപ്പോൾ രോഗിയുടെ പങ്ക് വളരെ വലുതാണ്. വളരെ വലുതാണ്. ചികിത്സ വിജയിക്കാൻ രോഗിയുടെ സഹകരണം അത്യാവശ്യമാണ്.